ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് അവല് വെച്ചിട്ടൊരു മിക്സറാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മിക്സറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് സപ്പോർട്ട് നിൽക്കണേ എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു 5 കപ്പ് അവലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 5 കപ്പ് അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്നല്ല, നമ്മൾ കയ്യിൽ അവിലെടുക്കുമ്പോൾ ഒന്ന് നല്ലോണം പൊടിഞ്ഞു വരുന്ന പാകത്തിൽ വേണം നമുക്ക് അവൽ മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിക്കൊണ്ട് വരാം. അവൽ കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീയെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കയ്യിലെടുത്തൊന്ന് നോക്കാം. ഉണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞു തന്നെ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മൂത്താൽ മതി. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തൊന്ന് മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ അത് അവൽ ആ പാത്രത്തിലിരുന്ന് തന്നെ ഒന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അവൽ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്കൊരു പാനെടുത്ത് അടുപ്പിലേക്ക് വെച്ചെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കപ്പലണ്ടിയാണ്. ഇതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 150 ഗ്രാം കപ്പലണ്ടിയാണ്. ഞാൻ ചെറുതായിട്ട് മൂപ്പിച്ചൊരു കപ്പലണ്ടിയാണ് എടുത്തേക്കണത്. അപ്പോൾ എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കണം. നട്ട്സൊക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ എടുക്കാം. ഒരുപാട് മൂത്തൊന്നും പോകണ്ട. നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചിരുന്നതാണ്. നമ്മൾ അവൽ മിക്സർ തയ്യാറാക്കാനായിട്ട് എടുക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം എണ്ണയിൽ. ഇത് ഇത്രയും മൂത്താൽ മതി. നമുക്കിത് കോരി എടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി വറുത്ത എണ്ണയിൽ തന്നെയാണ് അത് മൂപ്പിക്കുന്നത്. ഇപ്പം എല്ലാത്തിനും ഈ എണ്ണ മതിയാവും. പൊട്ടുകടല അധികം മൂക്കൊന്നും വേണ്ട, എന്നാലും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആകണം. അതിൻ്റെ ആ ഒരു പച്ചമണം അതൊക്കെ അത് മാറി കിട്ടിയാൽ മതി. പിന്നെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഈ പാകമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതും മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ എല്ലാത്തിനും നമുക്ക് ആ എണ്ണ തന്നെ മതിയാകും. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇടിച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയൊക്കെ കൂടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അവൽ വറക്കുമ്പോഴും നട്ട്സൊക്കെ വറക്കുമ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ചെയ്യുക. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഇതിലൂടെ ഇട്ട് ഇളക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. മിക്സറിന് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുത്തോളുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കൂടി നല്ലവണ്ണം ഇളക്കാം. കായപ്പൊടി കൂടി വേണം. നല്ലവണ്ണം ഇളക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം അവൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ഇത്തിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി എണ്ണ കൂടി ആവശ്യമുണ്ട്. അവൽ കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം, നല്ലൊരു മിക്സർ തന്നെയാണ്. നോക്കിയതേ. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഒന്ന് സപ്പോർട്ട് കൂടി നിൽക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.